കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ഡിസംബർ 18-നാണ് മാർച്ചും ധർണയും നടത്തുക. സംസ്ഥാന സർക്കാർ റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയെ കൊണ്ട് തയ്യാറാക്കിയ പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളുക, സർക്കാർ പങ്കാളിത്ത സഹകരണ പെൻഷൻ നടപ്പിലാക്കുക, നിർത്തലാക്കിയ DA ആൻഡ് DR പുനഃസ്ഥാപിക്കുക, മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, മെഡിസെപ്പ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്ത് നിന്നും ആരംഭിക്കുന്ന മാർച്ച് സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സമാപിക്കും. പ്രതിഷേധ ധർണ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഭവനത്തിലേക്ക് 18-12 ഒരു മാർച്ചും ധർണയും നടത്താൻ സംസ്ഥാന കമ്മിറ്റി ആലുവയിൽ ചേർന്നപ്പോൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പെട്ടെന്ന് ഈ ധർണ സംഘടിപ്പിക്കാൻ ഇടയായത്. ധർണ സംഘടിപ്പിക്കാനുള്ള കാരണം ഞാൻ നോട്ടീസിൽ തന്നിട്ടുണ്ട്, എങ്കിൽ പറയാതിരിക്കാനും പറ്റിയല്ല. കേരളത്തിലെ പ്രൈമറി സഹകരണ സംഘം ജീവനക്കാർക്ക് പെൻഷൻ അനുവദിച്ചത് 1993-ലാണ്. അന്ന് ME രാഘവൻ സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോഴാണ്. അന്ന് അദ്ദേഹം പെൻഷനും ബേസിക് പേയും അതിൻ്റെ പകുതി DAയും ആയിട്ട് ആദ്യം ഒരു പെൻഷൻ അനുവദിച്ചു. പിന്നീട് വന്ന സർക്കാർ ആ ബേസിക് പേ ഒന്നുമില്ലാതെ ഒരു കൺസോളിഡേറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ട് കഴിഞ്ഞു പോരേണ്ട ഗതികേടാണ് സഹകരണ ജീവനക്കാർ. രാത്രി പകലന്തയോളം മുട്ടത്ത് പാടത്ത് പണിയെടുക്കുന്നവരെ പോലെ തന്നെ സഹകരണ ജീവനക്കാരൻ പണ്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ പാരാരാത്രിക്ക് മാത്രമേ വീട്ടിൽ നിന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. നാളെ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ന് പണം കണ്ടിട്ട് വേണം നമുക്ക് സെക്രട്ടറിമാർക്ക് പോകേണ്ടി വരുന്നത്.